ഹായ്, ഞങ്ങളങ്ങനെ കുറച്ച് മീനിനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതേ ആശാൻ നല്ല അടിപൊളി വരാലിനെ പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ടാ വരാൽ ഏതാ സാധനം? ഇതിന് നമ്മളെ നാട്ടില് കൈച്ചൽ എന്നാ പറയാ. റിച്ച് ടീം വരാൽ എന്നെല്ലാം പറയും. നമ്മളെ പോലെ പാവപ്പെട്ടവരെല്ലാം കഴിച്ചൽ എന്ന് പറയും അല്ലേ? നല്ല അടിപൊളി ഇതാ തുള്ളുന്നുണ്ടാ. നമുക്കത് എന്ത് ചെയ്യാം, ഇതിനെ നല്ല അടിക്കാം. അതുപോലെ നല്ല നാടൻ നല്ല ഇതാ ചട്ടിയും കലമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചട്ടിയിൽ വെച്ചിട്ട് അടിപൊളി മീൻകറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ കഴിച്ചലുണ്ട്. നമ്മൾ അവിടെ ആശാനുണ്ട് മുറിക്കുന്നു. നമുക്ക് നേരെ ഇതും കൂടി കൊണ്ടു കൊടുക്കാം. ആശാന ഇവിടുന്ന് തകൃതിയായിട്ട് മുറിക്കുന്നുണ്ട്. ആശാനെ നല്ല പടക്കുന്ന കഴിച്ചല്. എപ്പോഴും എനിക്ക് അടുക്കള പണിയാ. നല്ല പഴത്തിൻ്റെ തോല് വിളിക്കുന്ന പോലെ ഉണ്ടല്ലോ ആശാനെ. അപ്പം നമുക്ക് ആശാൻ എങ്ങനെയാണ് മീനിനെ പൊളിക്കുന്നതെന്ന് നോക്കാം. ആശാനെ എങ്ങനെയാണ് മീനെ പൊളിക്കുന്നത്? ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് പറഞ്ഞു തരും. മീനെ പലതരത്തിലും പൊളിക്കാം, പല ഡിസൈനിലും പല മോഡലിലും പൊളിക്കാം. നമ്മളെ പൊളിയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഭയങ്കര വെക്കുണ്ടാവില്ല ഇത്? അതിനാണ് നമ്മൾ ഈ സാധനം കൊണ്ടുപോയി വെണ്ണീര്. തേങ്ങ വരയ്ക്കുന്നുണ്ട്, തലയിൽ നോക്കണേ. കരളേ കരളിൻ്റെ കരളേ. ആശാനെ നമ്മളെ തോട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള മീനല്ലേ ഇത്? അതെ, കൈച്ചൽ വരാൽ. അപ്പോൾ ഇതിനുള്ള എത്ര ആൾക്കാർ ചോദിച്ച് വരുന്നുണ്ടെന്ന് അറിയാം. ബുക്കിംഗ് ആണ്. അപ്പോൾ ഇതിനെ പൊളിക്കുന്ന രംഗം നോക്കിക്കോ ഗൈസ്. സിമ്പിളായിട്ട് പൊളിക്കാം, ആകുന്നില്ല. കൂടുതലാ. ഇങ്ങനെ പൊളിഞ്ഞ് കിട്ടണം അല്ലേ? അങ്ങനെ ഇതാ നമ്മൾ ആശാന് നല്ല അടിപൊളിയായിട്ട് മീനിനെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതാ നല്ല മൂർക്കമാമിൻ്റെ തലവലയുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് സ്നേക്ക് ഹെഡ് എന്നാ പറയാ. എടാ അപ്പോൾ ഗൈസ് നമ്മൾ ആശാൻ നല്ല വൃത്തിക്ക് മീനിനെ മുറിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല മസാല എല്ലാം പെരക്കി വെക്കാം. അപ്പോൾ ഗൈസ് നല്ല മീനിതാ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് പൊരിക്കാൻ നല്ല സാധനമാണ് പുളി. പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുരുമുളകിൻ്റെ പൊടിയുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അങ്ങനെ വേറെ എന്തെങ്കിലും പൊടി ഉണ്ടാക്കാണ്. കുറച്ച് മല്ലിപ്പൊടിയുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല മീനിൻ്റെ മസാല കണ്ടാ അടിപൊളിയായിട്ട് ഇങ്ങനെ പുളിയും കുരുമുളക് പൊടിയെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് മാറ്റി വെക്കാം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം, മീനിൻ്റെ കറിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം.
അപ്പോൾ അതാ ആശാന അവിടുന്ന് തകൃതിയായിട്ട് ഉള്ളി തക്കാളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇതല്ല കറിക്കാശാനെ. ആ നല്ല ചട്ടിയിൽ, പണ്ടത്തെ ചട്ടിയില്ലേ, ആ പണ്ടത്തെ ഒരു ഓർമ്മക്ക് ചട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആശാനെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ് ഒരു വടിക്ക് രണ്ട് പക്ഷി, ഒരടുപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മീനിൻ്റെ കറിയും വെക്കാം. അതുപോലെ മീൻ പൊരിക്കലും ഒരു ഭാഗത്ത് നിന്ന് നടക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് നല്ല അടിപൊളി മീൻ ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ആശാൻ പൊറോട്ട എല്ലാം വാങ്ങിച്ച് വന്നിട്ടുണ്ട്. നല്ല വരാൽ കറിയും. ആശാനെ ഇതാ ഒരു പൊരിച്ചും കൂടി എടുത്തിട്ട് തിന്നിട്ട് ടേസ്റ്റ് പറ എങ്ങനെ ഉണ്ട് നോക്ക്. നീ തലൻ്റെ പീസ് നീ എടുത്ത് മാറ്റിയല്ലേ? അടിപൊളി അടിപൊളി. നല്ല തോട്ട് മീൻ കറി, നല്ല എന്താ പറയുക, ട്രഡീഷണലായിട്ട് നല്ല ചട്ടിയിലല്ലേ, ട്രഡീഷണൽ. TRE ബാക്കി സ്പെല്ലിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഗൈസ് നമ്മളെ നല്ല വരാൽ കറിയും പൊരിച്ചതും പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. നൈസ്. അപ്പോൾ ഗൈസ് നോക്കൂ, നല്ല അടിപൊളി പൊറോട്ടയും കണ്ടാ, വരാല് നല്ല കറി വെച്ച വരാലും നല്ല പൊരിച്ച വരാല്. ആശാനെ ഇതാ ആശാൻ ഇവിടെ സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി മീൻപിടുത്തമുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ആശാനുണ്ട് കുറേ വലയെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട്. അപ്പോൾ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല മീൻപിടുത്തമുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും ബായ്.